ഓ നിന്നോടാരും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അപ്പുറത്ത് ആരുമില്ലാത്ത കല്യാണി മീനൂട്ടിയെ ഇവിടെ ആക്കിയിട്ട് പോയിരിക്കുക. അപ്പൊ ഇതല്ലേ പറ്റിയ സമയം. അവരിപ്പൊ വരും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കല്യാണി ആയിരിക്കും. അയ്യോ കല്യാണി, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മീനൂട്ടി ഇവിടെ കിടപ്പില്ലേ? അവളെ എന്തായാലും എടുക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അകത്ത് കയറിയാലും അവള് വരില്ലേ? അവളും അത്ര ശീലവതിയൊന്നും അല്ല. അവക്കും ഉണ്ട് ഒരു ബിസിനസ്സുകാരനുമായിട്ട് ബന്ധം. ഞാൻ കണ്ടിട്ടുള്ളതാ. പലതവണ അയാൾ അവിടെ വരാറുണ്ട്. നിനക്കറിയോ, അവര് രണ്ടുപേരും കൂടിയാ സനലിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. അവര് പോലീസിനെ വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അയ്യോ അതാ ഞാൻ പറഞ്ഞ ആള്. അവരിനി ഇല്ല ഇവിടെ? ഉണ്ട്. മോളെ മായേച്ചി ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയത്. വീടിന്റെ താക്കോലും ഇവിടെയാ. പിന്നെന്താ തുറക്കാത്തത്? ഞാൻ തുറക്കാൻ പോവാ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ സുജിത്ത പോന്നു. ഇയാളെന്താ ഇവിടെ? താനെന്താ ഇവിടെ? അതുപോലെ തന്നെ. സുജിത്തെ നാണമില്ലേ നിനക്ക്? എനിക്കല്ല, നിങ്ങൾക്കാ നാണമില്ലാത്തത്. ആ സൺലൈറ്റിനെ ഒറ്റി കൊടുത്തിട്ട് ഇപ്പൊ മനസ്സിലായി ഇതാ നിങ്ങളുടെ മനസ്സിലിരിപ്പെന്ന്. എന്നിട്ടിപ്പോ ആൾക്കാരുടെ മുമ്പിൽ പഴി എനിക്ക് തോന്നിച്ചനും. ഒരു പുണ്യാളനും പുണ്യാളത്തെയും വന്നേക്കണം. കല്യാണി വാതിൽ തുറക്ക്, അല്ലെ ചാവിങ്ങെടുത്ത്. വിവരമില്ലാത്തവർ പലതും പറയും, അതൊന്നും താൻ മൈൻഡ് ചെയ്യണ്ട. വരൂ. ലീവ് ഇറ്റ്. താൻ മോളെ കൊണ്ടേ കിടത്ത്. സോറി കിഷോറേട്ടാ. എന്തിന്? താൻ ഈ പേപ്പേഴ്സിലൊക്കെ അഡ്വക്കേറ്റ് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് സൈൻ ചെയ്തേ. ഒരു 3-4 കോപ്പി എടുത്തു വെക്ക്. നമുക്കൊന്ന് ശ്രമിക്കാടോ. ചിലപ്പോ നിന്റെ കൈപുണ്യായിരിക്കും നിനക്ക് ഭാഗ്യം കൊണ്ട് വരുന്നത്. അയ്യോ സമയം ഒരുപാടായി. 2 മണിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ ശരി, നീ വിളിക്ക്. ഇറക്കങ്ങോട്ടെ. എന്തോ എത്ര താമസം? ഇറക്കി എന്തേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നോ? അവളെപ്പോഴാ നമ്മളെ ജയിലിലാക്കണമെന്ന് അറിഞ്ഞൂടാ. അവളോ? ആര്? നിങ്ങളുടെ സനലിന്റെ ഭാര്യ. പാവം പെണ്ണ്, പൊട്ടിപ്പെണ്ണ്, ആഹാരം വെച്ച് വിളമ്പാൻ മാത്രം അറിയാവുന്ന പാവം. ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ വിശേഷണം? അവക്കേ ആഹാരം മാത്രമല്ല വെച്ച് വിളമ്പാൻ അറിയാവുന്നത്. നീ വളച്ചേട്ടാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. അവള് നിന്നെ എന്തോ ചെയ്തെന്നാ? എന്നെ എന്ത് ചെയ്യാനാ? എന്നെ ഒരു ചുക്കും ചെയ്യില്ല. എന്നോട് കളിച്ചാലേ വിവരം അറിയും. അവളും അവളുടെ കാമുകനും ചേർന്നിട്ടാ സൺലൈറ്റിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. മായ എല്ലാം കണ്ടതാ. ഞാനിപ്പോ കൈയോടെ പിടിച്ച് എല്ലാം ബോധ്യപ്പെട്ടിട്ടാ വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ സാമി എന്ന് അവളോട് ചോദിച്ചു നോക്ക്. ചെല്ല്. എന്തുവാ കേൾക്കുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാണ്. അതെ, ഇവനെ ആ സോണി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇവന്റെ തലയ്ക്ക് ഓളം പിടിച്ചിരിക്കുക. ശരിയാ. ഇവനിപ്പോ വല്ല മറ്റവനും അടിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പണി കിട്ടുമ്പോ പഠിച്ചാ മതി. അല്ല സ്വാമി, ഇവൻ ഇത് ഇത്ര ഉറപ്പിച്ച് പറയുമ്പോ അതിലെന്തോ കാര്യമില്ലേ? ഒരു കാര്യം ചെയ്യ്, സ്വാമി അവിടെ ഒന്ന് പോയി നോക്ക്. അത് വേണോ? ഇയാളെ കൊണ്ട് പോയിട്ട് വാടോ. വേഗം പോയിട്ടോ. എന്നാ ശരി, ഏതായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് ചോദിച്ചറിയേണ്ട കാര്യമാണ്. വേഗം ആട്ടോ. ഞാൻ ഷർട്ടും എടുത്തേ.
അങ്ങോട്ട് പോയി എടുക്ക്. ഞങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയല്ലേ. നടുക്ക് ചീട്ടും വെച്ചോണ്ടിരുന്ന പിന്നെ നടക്കല്ലാതെ എനിക്ക് പോയി എടുക്കാൻ പറ്റുമോ? വേണേ ഇപ്പൊ എടുക്ക്. ആ ആ ആ. ബ്ലാക്ക് കളിക്കാനും സമ്മതിക്കണം. ആ അല്ലേ കറുത്തായാലും മതി. ആ ഓക്കെ മതി. ഓരോരുത്തന്മാര് വന്ന് കേറും. ഡാ വാ. എന്തിന് ഡാ വാ. ഞാൻ വരുന്നില്ല. സല്ലേട്ടാ കല്യാണി, വീട്ടിലെങ്ങനെ കാര്യങ്ങളൊക്കെ? ഇന്നലെ അഡ്വക്കേറ്റ് ഇവിടെ വന്നിരുന്നു. അയാൾ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ അല്ലേ? എത്രയും വേഗം ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി നിന്നെ മോള് നാട്ടിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെലവിനുള്ള കാശും തരാമെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ജോലി നോക്കട്ടെ. കിഷോറേട്ടനും നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്. നല്ല തമാശ. അതൊന്നും നടക്കുന്ന കാര്യമില്ല കല്യാണി. ഈ കേസൊക്കെ തീരുന്നവരെ ഇവിടെ കിടക്കണം. ക്യാഷ് അടയ്ക്കാനില്ലെങ്കിൽ കോടതി പറയുന്ന കാലാവധി കിടന്നു തീർത്താൽ തീർന്നു. അതാ ഇവിടുത്തെ നിയമം. നിങ്ങളുടെയൊക്കെ പേപ്പേഴ്സ് റെഡിയായാൽ നിങ്ങൾ നാട്ടിൽ പോയി നിൽക്കുക. ഭക്ഷണമൊക്കെ ഇവിടെ ജയിലിൽ ബിരിയാണി എന്നൊക്കെ പറയും. ഒരു മണവുമില്ല, ഗുണവുമില്ല. നിന്റെ ബിരിയാണിയുടെ വാലിന് കെട്ടാൻ കൊള്ളില്ല. മോളെ കൂടെ കൂട്ടായിരുന്നു. എന്തിനാ വെറുതെ മോളെ ഈ അവസ്ഥ കാണിക്കുന്നേ? വെറുതെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട്. ടൈം ഫിനിഷ്. കല്യാണി, ശരിയെന്നാ, ടൈം കഴിഞ്ഞു. ശരിയെന്നാ. ശരി. ശരി സല്ലേട്ടാ. ഹലോ, ഞാനിവിടെ ഒരു പാർട്ടിയെ കാണാൻ വന്നതാ. തേടിയ വള്ളി എവിടെയോ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ. ആ പിന്നെ സനലിനെ പിടിച്ചു കൊടുത്തതല്ലേ? ഞാൻ അറിഞ്ഞു. ഗുഡ് ജോബ്. ആ കൂടെ സഹായിച്ചു എന്ന് പറയണ ആളാരാ? അല്ല അത് പോട്ടെ, എന്തെങ്കിലും സഹായം എൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ പറയണോട്ടാ. സനലിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടാനുള്ളത് അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ വേറെ ആള് നമ്മുടെ ഒരു പെൺ സുഹൃത്തായി കണ്ടോളാട്ടാ. അല്ല, സഹായിക്കാൻ താല്പര്യമുണ്ട് കേട്ടാ. ആ എടാ സുഹിതേ, നിന്റെ ബോസിച്ചെ ഞാനൊന്ന് കണ്ടിരുന്നു. അവളങ്ങനെ കണക്ട് ആവുന്നില്ലോടാ. എടാ പിന്നെ നീ ഒന്ന് കണക്ട് ചെയ്ത് തന്നേ. ആ അതൊക്കെ ഞാൻ ഏറ്റു. നീ അതൊന്ന് ശരിയാക്കി തന്നാ മാത്രം മതി. ഓ ഓക്കെടാ, ബൈ.